ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിൽ പേപ്പർ കൊണ്ട് കൊക്കിനെയാണ്, ക്രെയിനാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ഷേപ്പിന് ഈ ഫോയിൽ പേപ്പർ എന്ന് വെച്ചാൽ നമ്മുടെ യഥേഷ്ടം നമുക്ക് ചലിപ്പിക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചുരുട്ടി കൂട്ടി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ നെഗിൻ്റെ ഷേപ്പ് വെച്ച് അതിൻ്റെ ബോഡിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ, ഇപ്പോൾ ഏതിനും നമുക്ക് ടിഷ്യൂ പേപ്പർ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിന് ആക്കി എടുക്കാൻ പറ്റും. അതാണ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് വെക്കുന്നത്. പഞ്ഞി എടുത്താലും മതി, കോട്ടൺ യൂസ് ചെയ്താലും മതി. പക്ഷേ ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് അതിൻ്റെ അകത്ത് വെച്ച് അത് നമ്മുടെ ആ ഒരു ബോഡി ഷേപ്പ് നമ്മുടെ മനസ്സിൽ കാണുമല്ലേ, ഒരു ബോഡി ഷേപ്പ്. ആ ഷേപ്പ് ഇത് ഈ കാണിക്കുന്ന കണക്ക് ഉരുട്ടി ചുരുട്ടി കൂട്ടി എടുക്കുമ്പം തന്നെ ഒരു ഷേപ്പായി കഴിഞ്ഞ് നമുക്കതിനെ യഥേഷ്ടം എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഇത് വെച്ച് എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാം. നമ്മൾ ഇതുവരെ ഇത് ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ ഈ ഫോയിൽ പേപ്പർ വെച്ച് തന്നെ കൈവച്ച് യൂസ് ചെയ്ത് ചുരുട്ടി കൂട്ടിയെന്ന് തന്നെ പറയാം. ചുരുട്ടി കൂട്ടി നമുക്ക് റെഡിയാക്കിയാൽ നല്ല മനോഹരമായിട്ട് ചെയ്തെടുക്കും. ഇനി അതിന് പകരം ഞാനിവിടെ അതിന് 2 ലെഗിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈർക്കിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ സ്റ്റിക്ക് നമുക്ക് വാങ്ങിക്കാനും കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ ഗോൾഡൻ വയർ യൂസ് ചെയ്താലും മതി. ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് ഈർക്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഏറ്റവും മുകളിൽ വെക്കാനായിട്ട് പുതിയൊരു ഫോയിൽ പേപ്പർ എടുത്ത് കട്ട് ചെയ്ത് അതിന് ചുരുട്ടിയെടുത്ത് ഒരുപാട് ചുരുട്ടി കൂട്ടാതെ അതിൻ്റെ ഒരു ചിറകിനായിട്ട് ചെയ്ത് ഇനി ചെറിയൊരു പീസ് എടുത്ത് നമ്മൾ കൊമ്പിനും അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ച് ഇനി വെറും ഒരു ബോക്സിൻ്റെ അകത്താണ് ഇത് 2 എണ്ണം ചെയ്തിരിക്കുകയാണ്. അത് ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പേപ്പർ ടേപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലെഗിന് പേപ്പർ ടേപ്പ് വെച്ചും നമുക്ക് ചുറ്റി വരിഞ്ഞ് അതിന് കളർ ചെയ്യാം. ഇനി ഇതിൽ വൈറ്റ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇത് കളർ ചെയ്യുന്നത്. വൈറ്റ് കളർ എടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക ഭംഗിയാണ്. ചെറിയ ഗ്ലിറ്ററോടുകൂടിയുള്ള ഒരു ക്രെയിൻ തന്നെ ആയി കിട്ടും. മനോഹരമായിട്ട് നമ്മുടെ ഷോക്കേസിൽ വെക്കുന്ന ഒരു ഡെക്കറേറ്റ് ഐറ്റം ആക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ കളർ ചെയ്തെടുക്കുക. 2 എണ്ണം ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അതിൽ സ്റ്റാൻഡിന് വേണ്ടിയിട്ട് ഒരു ക്ലേയുടെ ബോക്സോ അല്ലെങ്കിൽ വേറെ ഏതായാലും മതി. നമുക്ക് ഏതെങ്കിലും സ്റ്റാൻഡായിട്ട് നമ്മുടെ ജ്വല്ലറിയിൽ നിന്നുള്ള ചെറിയ ബോക്സുകളായാലും മതി. അതിൻ്റെ അകത്ത് കുറച്ച് വെയിറ്റ് വയ്ക്കത്തക്ക വിധത്തിലാണെങ്കിൽ കുറച്ച് സ്റ്റോൺ പിറക്കിയിട്ട് അത് നമ്മൾ പേപ്പർ ടേപ്പ് കൊണ്ട് ചുറ്റി വരിഞ്ഞാലും മതി. ഇത് ഞാൻ ആ ക്ലേയുടെ ബോക്സിൽ അതിൻ്റെ അകത്ത് കുറച്ച് സ്റ്റോൺ എടുത്തിട്ട് അത് ചുറ്റി വരിഞ്ഞ് വെച്ചാൽ അത് അറിയത്തതുമില്ല. അത് നല്ല സ്ട്രോങ് ആയിട്ട് അത് ഇരിക്കുകയും ചെയ്യും, താഴെയും വീഴത്തില്ല. ഇതുപോലെ കളർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പേപ്പർ ടേപ്പ് കൊണ്ട് താഴത്തെ ആ ഒരു ബോക്സ് കംപ്ലീറ്റ് കവർ ചെയ്ത് അതിൻ്റെ ഒരു ലെഗും കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ ടൈറ്റ് ചെയ്യുന്നതെല്ലാം നല്ല ടൈറ്റായിട്ട് തന്നെ എങ്ങനെയൊക്കെ അത് വെച്ചാലും എടുത്താലും തറയിൽ വീഴാത്ത വിധം നമ്മൾ കവർ ചെയ്ത് അതിൻ്റെ 2 ലെഗും ഞാൻ അകത്തോട്ട് കുത്തി വെച്ചിരിക്കുകയാണ്. അകത്തോട്ട് നല്ല പ്രസ് ചെയ്തിട്ട് ആണ് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു പുല്ലിന് വേണ്ടിയിട്ട് വെറും ഗ്രീൻ പേപ്പറുകൾ ചുറ്റിയിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് അതിനെ പിരുത്ത് 2, 3, 4 ലെയറാക്കി എടുത്ത് വെച്ചപ്പോൾ അതിനൊരു ഗ്രാസിൻ്റെ ഒരു ഫീലിംഗ് വരാനായിട്ട് വേണ്ടിയിട്ട് അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അത് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഫെവി ബോണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഫെവിക്കോൾ ആയാലും മതി, പേപ്പർ ആയതുകൊണ്ട് അതിൽ ഒട്ടിയിരിക്കും. ഇനി അതെല്ലാം കളർ ചെയ്ത് കാലിന് വേണ്ടിയിട്ട് ബ്ലാക്ക് കളറും ചെയ്ത് വെച്ച് ഒരു പ്രത്യേക ഭംഗിയോടുകൂടി നമുക്ക് ഈ ഒരു ഫോയിൽ പേപ്പർ വർക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇതിൽ പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ടുള്ള കോഴിയായാലും കോഴി കുഞ്ഞുങ്ങളെ വേണമെങ്കിലും നമുക്ക് ആ ഒരു കൈ വെച്ച് ഉരുട്ടിയാൽ നമ്മുടെ ആ ഒരു മനസ്സിലെ ഷേപ്പ് അനുസരിച്ച് അത് വഴങ്ങിയെടുക്കാൻ നല്ല രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ മനോഹരമായിട്ട് നമുക്കത് ചെയ്തെടുക്കാം. വളരെ ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമുക്കത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ.